ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിഡോ. അപ്പോ നമ്മൾ 7ാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും പഠിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ നേരെ കടക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 മെറ്റൽസ്. നമുക്കറിയാം മെറ്റൽസ്, ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന എന്താ? റോഡ് കൂടെ പോണ, അതായത് പോസ്റ്റ് കമ്പിയിലുള്ള ഇലക്ട്രിക് കമ്പികളുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ മെറ്റൽസ് ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് എന്താ പറയുക കടന്നു വരുന്നത്, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പാവം, ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആണ്. നമ്മൾ കരുതും ഈ കാണുന്ന ഈ മെറ്റൽസ് ഒക്കെ ഭൂമിയിൽ നിന്ന് അങ്ങനെ അതേപോലെ കുഴിച്ചെടുക്കുകയാണ്. പക്ഷേ അല്ല, ശരിക്കും ഈ മെറ്റൽസ് കുറെ കോമ്പൗണ്ട്സുകളായിട്ടാണ് കിടക്കുന്നത്. അതിന്റെ മുന്നേ നമുക്ക് ഈ മെറ്റൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. മെറ്റൽ എന്താണ് ശരിക്കും? ഈ മെറ്റൽ തമ്മിൽ നമ്മൾ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ മെറ്റല് സൗണ്ട് ഉണ്ടാക്കില്ലേ? ആ പറയുന്ന പ്രോപ്പർട്ടിക്ക്, ആ സൗണ്ട് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് സൊണോരിറ്റി. ഓക്കെ, ഇനി വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് മെറ്റൽസ് മാലിയബിൾ ആണ്. എന്താണ് മാലിയബിൾ? മെറ്റൽസിന് നമുക്ക് എത്ര വേണമെങ്കിലും അടിച്ചു പരത്താം, വലിച്ചു നീട്ടാം, ചുരുട്ടി മടക്കാം. ഓക്കെ, അങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മാലിയബിൾ. ഇനി മൂന്നാമതായിട്ട് ഒരു പ്രോപ്പർട്ടി കൂടി പഠിക്കാം, അതാണ് ഡക്റ്റിലിറ്റി. ഓക്കെ, മെറ്റൽസ് ഡക്റ്റൈൽ ആണെന്ന് പറയാൻ കാരണം, മെറ്റൽസിന് നമുക്ക് ഇപ്പൊ വയേഴ്സ് ഒക്കെ അല്ലേ, വയേഴ്സ് ഇങ്ങനെ ഒരു മെറ്റലിനെ വലിച്ചു നീട്ടിയിട്ടുണ്ടാകുക. അങ്ങനെ ഒരു നേർത്ത കമ്പികളാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു ഭൂമിയിൽ അങ്ങനെ കുറെ മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസ് ആയിട്ടല്ല കിടക്കുക. കാരണം മെറ്റൽസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതിന് സ്വന്തമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. വേറെ ആരോടെങ്കിലും ഒക്കെ ഒരു കോമ്പൗണ്ട് ആയിട്ടേക്കാരും നിലനിൽക്കുക. അപ്പോ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന കോമ്പൗണ്ടുകളിൽ മെറ്റൽ കണ്ടന്റ് ഉണ്ടോ, അതിന് പറയുന്ന പേരാണ് മിനറൽസ്. ഓക്കെ, മിനറൽസ്, ധാതുക്കൾ. ഓക്കെ, ഇപ്പോ ഭൂമിയിൽ അങ്ങനെ കുറെ മിനറൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഫോർ ദ കേസ് നമ്മൾ അലുമിനിയം എടുക്കാം. അലുമിനിയം ഇപ്പോ ബോക്സൈറ്റിൽ എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെ ഒരു മിനറലാണ് കേട്ടോ. അതില് Al2O3 2H2O. അതുപോലെ ക്ലേ, ഇതിലും Al2O3 2SiO2 2H2O. ക്രയോലൈറ്റ് Na3Al(F6). നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ 3 എന്തുണ്ട്? അലുമിനിയം ഉണ്ട്, ഇല്ലേ? അപ്പൊ ഈ 3 മിനറലും നമുക്ക് എടുത്തിട്ട് ഇതിന് 3 നമുക്ക് അലുമിനിയം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോ ഈ 3 നമുക്ക് അലുമിനിയം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഈ 3 ഇതിന്റെ മിനറലാണ്, പക്ഷേ അലുമിനിയത്തിന്റെ ഓറല്ല. അതായത് നമ്മള് മെറ്റൽസ് വേർതിരിച്ചെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ മിനറൽസിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയാണ്, ഒന്ന്, അത് അബണ്ടന്റ് ആയിരിക്കണം, അതിന്റെ ലഭ്യത കൂടുതലായിരിക്കണം. പിന്നെ ഈസ് ഓഫ് എക്സ്ട്രാക്ഷൻ, അത് വേർതിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കണം. പിന്നെ ഹൈ മെറ്റൽ കണ്ടന്റ് ആയിരിക്കണം. അതായത് ആ കോമ്പൗണ്ടിൽ ഈ കാണുന്ന, ഇപ്പൊ അലുമിനിയം എടുക്കുകയാണെങ്കിൽ അലുമിനിയത്തിന്റെ അളവ് കൂടുതലായിരിക്കണം. പിന്നെ അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, നിർമ്മാണ ചെലവ് ചെറുതായിരിക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരു മിനറലിന് അല്ലെങ്കിൽ ഒരു ധാതുവിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ പ്രോപ്പർട്ടി ഉള്ള മിനറലിന് പറയുന്ന പേരാണ് ഓസ്. Any mineral from which a metal can be extracted easily and economically is called an ore. Okay, ore of that metal. അങ്ങനെ നമുക്ക് ഓരോ മെറ്റലിനും കുറച്ച് ഓറുകളുടെ പേര്, നമുക്ക് ഓരോ മെറ്റൽസിന്റെയും ഓറുകളുടെ പേര് നമുക്ക് പഠിക്കാനാണ്. ആദ്യമായിട്ട് പഠിക്കാനുള്ളത് അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന് ഒരു ഓറ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ബോക്സൈറ്റ് Al2O3 2H2O. നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും ഈ 2H2O വിട്ടുപോകരുത്. കാരണം Al2O3 2H2O ഇല്ലാതെ വെറും Al2O3 ആണെങ്കിൽ അതിന് അലുമിന എന്നാ പറയാം, നമുക്ക് വഴിയെ പറയാം. പിന്നെ അടുത്ത മെറ്റലാണ് അയൺ. അയണിന്റെ ഒരു ഓറാണ് ഹെമറ്റൈറ്റ്. അതിന്റെ കെമിക്കൽ ഫോർമുല Fe2O3 ആണ്. അടുത്തത് മാഗ്നറ്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല Fe3O4 ആണ്. അപ്പൊ പഠിക്കാൻ സുഖല്ലേ? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, Fe2O3 Fe3O4. അടുത്തത് കോപ്പറിന്റെ ഒന്നാമത്തത് കോപ്പർ പൈറൈറ്റ്സ് ആണ്. 3 പഠിക്കാണ്ട്. കോപ്പർ ഗ്ലാൻസ് ഉണ്ട്, കുപ്രൈറ്റ് ഉണ്ട്. കോപ്പർ പൈറൈറ്റ്സിൽ അതിന്റെ കെമിക്കൽ ഫോർമുല CuFeS2 കോപ്പർ പൈറൈറ്റ്.
പിന്നെ അടുത്തത് കോപ്പർ ഗ്ലാൻസ് ആണ്. കോപ്പർ ഗ്ലാൻസിൻ്റെത് Cu2s, കോപ്പർ ഗ്ലാൻസ് Cu2s. അടുത്തത് കുപ്രൈറ്റ് കെമിക്കൽ ഫോർമുല Cu2O. നാലാമത്തായിട്ട് പഠിക്കാനുള്ള മെറ്റല് സിങ്ക് ആണ്. സിങ്കിന്റെ 2 കോഴ്സുകൾ പഠിക്കാനുണ്ട്. ഒന്ന് സിങ്ക് ബ്ലെൻഡ്, ഒന്ന് കലാമിൻ. അതിന്റെ സിങ്ക് ബ്ലെൻഡിൻ്റെത് ZnSഉം കലാമിൻ്റെത് ZnCO3യുമാണ്. അവസാനമായിട്ട് പഠിക്കാനുള്ളത് ടിന്നാണ്. ടിന്ന് Sn ആണ് അതിന്റെ സിമ്പല്. അതിന്റെ ഓറിന് പറയുന്ന പേരാണ് ടിൻ സ്റ്റോൺ. വേറൊരു പേരൂടെ ഉണ്ട്, കാസിട്രേറ്റ്. അതിന്റെ കെമിക്കൽ ഫോർമുലയാണ് SnO2. അപ്പോൾ ഇത്രയും ഓർസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഒരു മെറ്റലിനെ നമ്മൾ ഇങ്ങനെ ഈ മിനറൽ എടുത്ത് ആ മെറ്റലിനെ പ്രോസസ്സ് ചെയ്ത് അതിനൊരു മെറ്റലാക്കി മാറ്റാൻ ഒരു 3 സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതായത് പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓസ് ഇൻവോൾവ്സ് 3 മേജർ സ്റ്റേജസ്. സച്ച് പ്രോസസ് ആർ ജനറലി കാൾഡ് മെറ്റലർജി. അപ്പോൾ ഈ 3 പ്രോസസ്സിനെയും സംയോജിതമായിട്ട് അല്ലെങ്കിൽ ഈ 3 പ്രോസസ്സിനെയും ഒരുമിച്ച് നമ്മൾ പറയുന്ന ഒരു പേരാണ് മെറ്റലർജി. അപ്പോൾ ഓരോ പ്രോസസ്സായിട്ട് നമുക്ക് പഠിക്കാനാണ്. ഓരോ പ്രോസസ്സിലും വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അത് നമുക്ക് വഴി എങ്ങനെ ഓരോന്നായിട്ട് പഠിക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ. നമ്മൾ കിട്ടുന്ന ഈ മിനറൽ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിന്റെ അളവ് കൂട്ടണം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെയ്യുന്നത് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ മെറ്റൽ കണ്ടന്റ് ആണ്. അതായത് ഒരു ഓറിലുള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെറ്റലാണല്ലോ, ആ മെറ്റലിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരലാണ് കോൺസെൻട്രേഷനിൽ ചെയ്യുക. പിന്നെ രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓറാണ്. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടാൻ അതിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം, റിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓസ് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ഓസ് 4 തരത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് 4 തരത്തിലേ പഠിക്കാനുള്ളൂ. അപ്പൊ 4 തരങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. ഒന്ന് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, ജലപ്രവാഹത്തിലൂടെ കഴുകിയെടുക്കൽ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ടാവും. ആ കണ്ടെയ്നറിലേക്ക് പൗഡേർഡ് ഓർ ഇങ്ങനെ കടത്തിവിടും. എന്നിട്ട് വാട്ടർ കറന്റ് ഇങ്ങനെ അതിലേക്ക് വിടും. എന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് ഞാൻ പറഞ്ഞു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓർസുകളിൽ നിന്നും നമ്മളതിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ കളയലാണ്. ഈ ഇമ്പ്യൂരിറ്റീസിന് പറയുന്ന പേര് ഗ്യാങ് എന്നാണ്. എന്താണ് ഗ്യാങ് എന്നാണ്. അപ്പോ ഇവിടെ ഈ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഗ്യാങ്ങിനും ഓറിനും ഒരു പ്രത്യേകത ഉണ്ട്. ഗ്യാങ് ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. ഇനി ഓറാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോ ലെവിഗേഷൻ എപ്പോഴാണ് നമ്മൾ ചെയ്യുക? നമ്മൾ എടുക്കുന്ന ഓറിന്റെ ഡെൻസിറ്റി കൂടുകയും ഇമ്പ്യൂരിറ്റീസിന്റെ അഥവാ ഗ്യാങ്ങിന്റെ ഡെൻസിറ്റി കുറയുകയും ചെയ്താൽ, നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി കൂടുതലുള്ള അടിയിൽ കിടക്കൂലേ, അപ്പൊ ഡെൻസിറ്റി കുറവുള്ള മേലുണ്ടാവും. ആ മേലുള്ളതിനെ നമ്മൾ ഒഴിവാക്കും. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് മാറ്റപ്പെടും. അത് നമ്മൾ ഓക്സൈഡ് ആയിട്ടുള്ള ഓറുകളില്ലേ, ഓക്സൈഡ് ഓറുകളാണ് സാധാരണ നമ്മൾ ലെവിഗേഷൻ ചെയ്യാറ്. അടുത്ത പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഇതിൽ നമ്മൾ ഗ്യാങ്ങുണ്ട്, പിന്നെ എന്തുണ്ട്, ഓറുണ്ട്. ഇതില് ഗ്യാങ്ങിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓറിന്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ അഥവാ പ്ലവന പ്രക്രിയയിൽ നമ്മുടെ ഗ്യാങ്ങിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഗ്യാങ് താഴെ കിടക്കും, ഓറ് മേലെ കിടക്കും. ഇവിടെ നമ്മൾ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ഓറും വാട്ടറും പിന്നെ പൈൻ ഓയിൽ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നല്ലോണം സ്റ്റിർ ചെയ്ത് ഈ ഓറുകൾ അടങ്ങിയ കുമിളകള് ഫ്രോത്ത് മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. താഴെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഓക്കെ, ഈ ഫ്രോത്ത്, അതായത് ഇതില് ഓറുള്ള ഫ്രോത്താണ് മേലെ കിടക്കുന്നത്, അത് നമ്മൾ ശേഖരിക്കും. അങ്ങനെ ആ മാർഗത്തിലൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇതിന് പറയുന്ന പേര് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ.
ഇതിന് എക്സാമ്പിൾ ആയിട്ട്, അതായത് നമ്മൾ സാധാരണ സൾഫൈഡ് ഓറുകളാണ് ഇതിലൂടെ വേർതിരിച്ചെടുക്കല്. ഓക്കെ, അടുത്ത പ്രോസസ്സ് നോക്കാം നമുക്ക്. ഇനി അടുത്തത് മാഗ്നറ്റിക് സെപ്പറേഷൻ, കാന്തിക വേർതിരിക്കൽ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയും ഗ്യാങ്ങും ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഓറും ഉണ്ട്. ഇതിൽ ഏതിനെങ്കിലും ഒന്നെങ്കിൽ ഗ്യാങ്ങിന് ഉണ്ടാവണം അല്ലെങ്കിൽ ഓറിന് ഉണ്ടാവണം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഗ്യാങ്ങിനോ ഓറിനോ ഉണ്ടെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെമറ്റൈറ്റ് ഇല്ലേ, Fe2O3, ഇത് മാഗ്നറ്റിക് ആണ്. ഇതിന്റെ ഗ്യാങ് നോട്ട് മാഗ്നറ്റിക് ആണ്. അപ്പോ ഇതിങ്ങനെ വേർതിരിച്ചൂടെ? അടുത്തൊരു എക്സാമ്പിൾ ആണ് ടിൻസ്റ്റോൺ. ടിൻസ്റ്റോണിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു? SnO2. ഇത് നോൺ മാഗ്നറ്റിക് ആണ്, പക്ഷേ ഇതിന്റെ ഒപ്പമുള്ള ഗ്യാങ് മാഗ്നറ്റിക് ആണ്. സോ ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ മാഗ്നറ്റിക് സെപ്പറേഷൻ നടത്തിക്കൂടെ? അപ്പോ മാഗ്നറ്റിക് സെപ്പറേഷൻ നടത്തിയപ്പോഴാ ഒന്നെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനോ അല്ലെങ്കിൽ അതായത് ഗ്യാങ്ങിനോ അല്ലെങ്കിൽ ഓറിനോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം. നാലാമത്തതായിട്ട് നമ്മൾ ലീച്ചിങ് ചെയ്യും. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ ഓർ എടുക്കും. ആ ഓറിനെ ഒരു പ്രത്യേക സൊല്യൂഷനിൽ ഓറ് പ്ലസ് ഒരു സോൾവെന്റിൽ മിക്സ് ചെയ്യും. എന്നിട്ട് അത് രണ്ടിലും കൂടി ചേർന്നിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒപ്പമുള്ള ഗ്യാങ് ഉണ്ടല്ലോ, ഗ്യാങ് ഈ സൊല്യൂഷനിൽ സോൾവ് ആവില്ല. അങ്ങനെ ഈ സൊല്യൂഷൻ എടുത്തിട്ട് ആ ഗ്യാങ്ങിനെ ഒഴിവാക്കും. എന്നിട്ട് ഈ സൊല്യൂഷൻ നമ്മൾ ഈ ഓറിലുള്ള മെറ്റൽസിനെ വേർതിരിച്ചെടുക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബോക്സൈറ്റ് ഇല്ലേ, നേരത്തെ പഠിച്ചു അലുമിനിയത്തിന്റെ ഓറല്ലേ ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റ് നമ്മൾ ലീച്ചിങ് വഴിയാണ് എടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് അറിയുന്ന രണ്ട് മെറ്റലാണ് ഗോൾഡും സിൽവറും, എയും Agയും. ഇതും ലീച്ചിങ് വഴിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ ബോക്സൈറ്റിന് നമ്മൾ NaOH സൊല്യൂഷൻ എടുക്കുക. പക്ഷേ ഗോൾഡോ സിൽവറോ ആണെങ്കിൽ നമ്മൾ സോഡിയം സയനൈഡോ അല്ലെങ്കിൽ പൊട്ടാഷ്യം സയനൈഡോ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് 4 പ്രോസസ്സ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ 4 പ്രോസസ്സ് ഉണ്ട്. ഒന്ന് ലെവിഗേഷൻ, ഒന്ന് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. അതിൽ ലെവിഗേഷനിൽ ഓക്സൈഡ്സും നമ്മുടെ ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ സൾഫൈഡ്സും ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി ഇതിന് ശേഷം നമ്മൾ നേരെ കടക്കുക. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർസ് ആർ ലെസ് ഡെൻസ് ദാൻ ദ ഇമ്പ്യൂരിറ്റീസ്. ഓർസ് ഇമ്പ്യൂരിറ്റീസിനെക്കാട്ടിലും ലെസ് ഡെൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രോസസ്സ് എടുക്കുക? നേരത്തെ പറഞ്ഞു ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടുത്തത് ഓർസ് ഹാവ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കേട്ടാൽ തന്നെ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, പിന്നെ സോൾവെന്റ് വെച്ച് ഡിസോൾവ്സ് ഇൻ ഓർ, അതായത് ഏതെങ്കിലും ഒരു സോൾവെന്റിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എങ്ങനെ ആ പ്രോസസ്സിന് പറയുന്ന പേരെന്തായിരുന്നു? ലീച്ചിങ് അല്ലേ? ലീച്ചിങ്ങിലൂടെയാണ് നമ്മൾ അങ്ങനത്തെ ഓർസുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവസാനമായിട്ട് ഓർസിന് ഡെൻസിറ്റി കൂടുതലാണ്, ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി കുറവാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ലെവിഗേഷൻ വഴി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, കോൺസെൻട്രേഷൻ പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്തായിരുന്നു? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റ്. അതായത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് ആയിരുന്നു കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേറ്റ് ചെയ്താലും അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതിന് നമ്മൾ മെറ്റൽസിനെ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഇതിലും നമ്മൾ ഒരു 2 പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. ആദ്യം ഇതിനെ ഓക്സൈഡ് ആയിട്ട് മാറ്റണം. അതിനുശേഷം ഈ ഓക്സൈഡ്സുകളെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അതിന് മുന്നേ ഈ കാണുന്നത് എന്താണ്? ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. ഈ റിയാക്ടിവിറ്റി സീരീസിൽ മേളിന്ന് താഴോട്ട് വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കുറഞ്ഞ് വരും. മേലെ പൊട്ടാസ്യത്തിന് ഭയങ്കര റിയാക്റ്റീവ്നെസ് ആണ്, പക്ഷെ താഴെ ഗോൾഡ് എത്തുമ്പോഴേക്ക് റിയാക്ടിവിറ്റി കുറഞ്ഞ് വളരെ കുറവായിട്ട് വരും. അപ്പോൾ ഈ ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആൻഡ് ഫോം ലെസ് സ്റ്റേബിൾ കോമ്പൗണ്ട്സ്, അതായത് ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ലെസ് സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുള്ളൂ. അതായത് റിയാക്ടിവിറ്റി കുറഞ്ഞതായതുകൊണ്ട് കോമ്പൗണ്ട്സിന്റെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് അറിയാം. അപ്പൊ അടുത്തത് മെറ്റൽസ് വിത്ത് കമ്പാരിറ്റീവ്ലി
കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് റിയാക്ടിവിറ്റി ആണെങ്കിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. പക്ഷേ മെറ്റൽസ് വിത്ത് ഹൈ റിയാക്റ്റീവ് ആണെങ്കിൽ നല്ലോണം സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. അപ്പൊ ഓക്കെ, നമ്മള് ഇതില് മെർക്കുറി ഒക്കെ ഉണ്ടല്ലോ, ഈ മെർക്കുറി ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മോഡറേറ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആയിരുന്നു സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്. ഇതിനൊക്കെ നമ്മൾ ഓരോ പ്രോസസ്സ് വെച്ച് പഠിക്കാനുണ്ട്. പിന്നെ ജനറലി ഇതൊക്കെ ഈ കാണുന്ന സിങ്ക്, അയൺ, ടിന്ന്, ലെഡ് ഒക്കെ ഓക്സൈഡ്സോ അല്ലെങ്കിൽ സൾഫൈഡ്സോ ഒക്കെ ആയിട്ടാണ് കാണപ്പെടുക. ഇനി നമ്മള് ഈ എക്സ്ട്രാക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേഷൻ ഓറിൽ പ്രധാനമായിട്ടും 2 സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു. ഒന്ന് ഈ മെറ്റൽസിന്റെ ഓക്സൈഡ് ആക്കി മാറ്റണം, പിന്നെ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ആ മെറ്റലാക്കി മാറ്റണം. അപ്പോൾ ഓക്സൈഡ് ആക്കി മാറ്റാൻ 2 രീതിയിൽ നമുക്ക് ഓക്സൈഡ് ആക്കി മാറ്റാൻ പറ്റും. ഒന്ന് കാൽസിനേഷനിൽ മെറ്റൽ കാർബണേറ്റ്സ്, അതായത് കാൽസിനേഷനിൽ യൂസ് ചെയ്യുന്നത് കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡും ആണ്. ദീസ് ആർ കൺവേർട്ടഡ് ടു ദെയർ ഓക്സൈഡ്സ് ബൈ പ്രോസസ് കാൾഡ് കാൽസിനേഷൻ. ഈ കാൽസിനേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യും കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. കാൽസിനേഷനിൽ നമ്മൾ എയർ അതിലൂടെ പാസ് ചെയ്യാതെ നല്ലോണം ചൂടാക്കും. പക്ഷെ നല്ലോണം ചൂടാക്കിയാണ്ട് വളരെയധികം ചൂടാക്കില്ല, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഉരുകുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതിന് തൊട്ടു താഴെ വരെയാണ് ചൂടാക്കുക. അതിന് മുകളിലോട്ട് ചൂടാക്കില്ല. വിത്തൗട്ട് എയർ, അതായത് എയറിന്റെ ആബ്സെൻസിൽ നമ്മൾ ചൂടാക്കും. അങ്ങനെ നമ്മൾ കാൽസിനേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. കാക്കോത്രി, നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് കുറച്ച് ഹീറ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ ഓക്സൈഡ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും, പിന്നെ സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഇനി അടുത്തൊരു പ്രോസസ്സാണ് കാൽസിനേഷൻ ചെയ്യുന്നത്. ഒരു പ്രോസസ്സാണ് ഓക്സിഡൈസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് കാൽസിനേഷൻ. പിന്നെ വേറൊരു പ്രോസസ്സാണ് റോസ്റ്റിംഗ്. ഈ റോസ്റ്റിംഗും കാൽസിനേഷൻ തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാൽസിനേഷനിൽ നമ്മൾ എയർ കടത്തിവിടില്ല, പക്ഷേ റോസ്റ്റിംഗിൽ നമ്മൾ എയർ കടത്തിവിടും. അതായത് റോസ്റ്റിംഗ് റെഫേഴ്സ് ടു ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ്. നേരത്തെയും ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു, അതിന്റെ മുകളിലോട്ട് ചൂടാക്കില്ല. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. ഇവിടെ നമ്മൾ സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ഒക്കെയാണ് യൂസ് ചെയ്യാറ്. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് 2ZnS + 3O2. അതായത് സിങ്ക് സൾഫൈഡും ഓക്സിജനും കൂടി ചേർന്നിട്ട് സിങ്ക് ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും ഉണ്ടാകും. ഇത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ വെൻ ദ കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് സബ്ജക്റ്റഡ് ടു റോസ്റ്റിംഗ് ദ വാട്ടർ കണ്ടന്റ് ഇൻ ഇറ്റ് ഈസ് റിലീസ്ഡ്. അതായത് റോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ റിമൂവ് ആകും. ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ 2 പ്രോസസ്സുകളിലൂടെ, അതായത് കാർബണേറ്റും ഹൈഡ്രോക്സൈഡ്സും ആണെങ്കിൽ നമ്മൾ കാൽസിനേഷൻ വഴി ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ആണെങ്കിൽ നമ്മൾ റോസ്റ്റിംഗ് വഴി നമ്മൾ ഓക്സൈഡുകളാക്കി മാറ്റി. ഇനി ഓക്സൈഡുകളാക്കിയതിന് ശേഷം നമ്മൾ റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യാറിഞ്ഞാൽ ദ മെറ്റൽ പാർട്ട് ഓഫ് ദ ഓർ. അപ്പൊ നമ്മൾ ഓർ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ മെറ്റൽ പാർട്ട് പോസിറ്റീവ് അയണുകളായിട്ട് മാറും. അപ്പൊ അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റലിന് അതുപോലെ കിട്ടും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Zn സിങ്ക് ഓക്സൈഡ് ZnO+ കാർബൺ, നമുക്ക് സിങ്കും കാർബൺ മോണോക്സൈഡും ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ ഇതിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ 3 റെഡ്യൂസിങ് ഏജൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. 1 കാർബൺ മോണോക്സൈഡ്, 2 കാർബൺ, 3 നമ്മൾ ഇലക്ട്രോലിസിസിൽ ഇലക്ട്രിസിറ്റി ആയിക്കാരം റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെ 3 പ്രോസസ്സിലാണ് നമ്മൾ ചെയ്തെടുക്കുക. ഇവിടെ ഇലക്ട്രോലിസിസ് മെത്തേഡിലൂടെ നമ്മൾ വേർതിരിക്കുകയാണെങ്കിൽ അലൂമിനിയം കുറച്ച് റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരാണ് നമ്മൾ ഇലക്ട്രോലിസിസ് വഴി വേർതിരിച്ചെടുക്കുക. റിഡക്ഷൻ യൂസിങ് കോക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ അയൺ ഇല്ലേ, Fe അയൺ നമ്മൾ അങ്ങനെ. പിന്നെ ഹീറ്റിംഗ് ഇൻ കൺട്രോൾഡ് വേസ്, നേരത്തെ പറഞ്ഞ് കുറച്ച് ചൂടാക്കി നമ്മൾ വേർതിരിച്ചെടുക്കുന്നതായിരുന്നു മെർക്കുറി. അപ്പൊ മെർക്കുറി എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വിച്ച് മെറ്റൽ ഫോംസ് ദ മോസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്? ഇതിൽ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടാക്കുക ആരാ? അതായത് സ്റ്റെബിലിറ്റി കൂടണമെങ്കിൽ റിയാക്ടിവിറ്റി കൂടണം. ഇതിൽ റിയാക്ടിവിറ്റി കൂടുതൽ അലുമിനിയത്തിനല്ലേ, അപ്പൊ ഇവിടെ അലുമിനിയാണ്.
വിച്ച് മെറ്റൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോലിസിസ്, നേരത്തെ പറഞ്ഞ അലുമിനിയം ആണ്. പിന്നെ വിച്ച് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് സിങ്ക് ഫ്രം കോമ്പൗണ്ട്, സിങ്ക് ഇതല്ലേ, സിങ്കിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ ആൾക്കേ സിങ്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സിങ്കിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയത് ആരാ? അവിടെ അലുമിനിയം ആണ്. ഓക്കെ, വിച്ച് മെറ്റൽ ഈസ് ഫൗണ്ട് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇൻ നാച്ചർ, നമ്മുടെ നാച്ചറിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന മെറ്റൽസ് ഈ തന്നിരിക്കുന്നതിൽ ഗോൾഡ് ആണ്, കാരണം ഗോൾഡ് ലെസ് റിയാക്റ്റീവ്. പിന്നെ വിച്ച് മെറ്റൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റിഡക്ഷൻ യൂസിങ് കാർബൺ, നമ്മൾ അയണും സിങ്കും കാർബൺ യൂസ് ചെയ്തിട്ടാണ് റിഡ്യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇൻഡസ്ട്രിയലി അയണിന് കാർബൺ മോണോക്സൈഡ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ സിങ്ക് ആണ് നമ്മൾ കാർബൺ കോക്ക് ഉപയോഗിച്ചിട്ട് റിഡ്യൂസ് ചെയ്യുക. ഇനി നമ്മൾ നേരെ അടുത്ത പ്രോസസ്സിലേക്ക്. അപ്പൊ നമ്മളിപ്പോ 2 പ്രോസസ്സ് നമ്മൾ ഇത്ര പെട്ടെന്ന് തീർത്തില്ലേ? നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു ഓറിന് 4 പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു, ആ മെറ്റൽസിനെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദാറ്റ് കോൺസെൻട്രേഷൻ ഓർ ചെയ്തു. എങ്ങനെ? 2 പ്രോസസ്സ് ഉണ്ട്. അതിനെ ഓക്സിഡൈസ് ചെയ്യുന്നു, പിന്നെ റെഡ്യൂസ് ചെയ്യുന്നു. ഓക്സിഡൈസ് ചെയ്യാൻ തന്നെ 2 പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം നമ്മൾ അവസാനത്തെ ഘട്ടമായിട്ടുള്ള റിഫൈനിങ്ങിലേക്ക് കടന്നു. റിഫൈനിങ്ങിൽ നമുക്ക് 3 പ്രോസസ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ലിക്വേഷൻ. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ്. ലോ മെൽറ്റിംഗ് പോയിന്റ് എക്സാമ്പിൾ എന്താ? നമ്മളെ ടിന്നും ലഡും എപ്പോഴും ഒപ്പേക്കാരം കേട്ടോ. അപ്പോൾ ടിന്നും ലഡും, SN-ഉം PB-യും. ഓക്കെ, ഇവർക്കൊക്കെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇവരപ്പല്ല ഇമ്പ്യൂരിറ്റീസിന് കുറച്ചുകൂടി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിക്കാരം. അപ്പോൾ ഇവരൊക്കെ ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ ഇൻക്ലൈൻഡ് സർഫസിൽ നമ്മളിങ്ങനെ എടുക്കും. എന്നിട്ട് ഇവിടെ ഈ ഓറുകളെ വെക്കും. അതിൻ്റെ ഒപ്പം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, മെറ്റൽസും ഉണ്ടാവും. എന്നിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ഈ മെറ്റൽസ് ആദ്യം ഉരുകൂലേ, അങ്ങനെ ഉരുകിയിട്ട് ആദ്യം അവരിങ്ങനെ ഒലിച്ചൊലിച്ച് താഴോട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉരുകിയിട്ടുണ്ടാവില്ല, ഇമ്പ്യൂരിറ്റീസ് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ പ്യുവർ ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല പ്രോസസ്സ് അല്ലേ? അതിനുശേഷം നമ്മൾ 2ാമത്തെ പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നേരത്തെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ലോ ബോയിലിംഗ് പോയിന്റ് ആണ്. ലോ ബോയിലിംഗ് പോയിന്റ്, അതായത് നമ്മൾ അങ്ങനെ മെറ്റലിനെ ഇങ്ങനെ എടുത്തു, ഒരു കണ്ടെയ്നറിലെടുത്തു. ആ മെറ്റലിന് അടിയിൽ നിന്ന് ചൂടാക്കി, അങ്ങനെ തീ കൊടുത്ത് ചൂടാക്കി. അപ്പോൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള ഈ മെറ്റൽസ് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത്, ബോയിലിംഗ് പോയിന്റ് ആട്ടോ, മെൽറ്റിംഗ് പോയിന്റ് അല്ല, മെൽറ്റ് ചെയ്ത് ആ ലിക്വിഡായി പിന്നെ അത് ബോയിൽ ചെയ്തിട്ട് വേപ്പറൈസ് ആവും. അപ്പോൾ അതിൻ്റെ ഒപ്പമുള്ള ഇമ്പ്യൂരിറ്റീസ് അപ്പോഴും നമ്മൾ മെൽറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ബോയിൽ ചെയ്ത് മേലോട്ട് പോയി അത് വേപ്പറൈസ് ചെയ്ത് മേലോട്ട് പോകും. അതിന് നമ്മൾ നേരെ കളക്ട് ചെയ്തിട്ട് വേറൊരു ചാമ്പറിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സിങ്ക്, പിന്നെ കാഡ്മിയം, HG പറഞ്ഞാൽ മെർക്കുറി, സിങ്ക് കടിച്ച് മരിച്ചു. ഓക്കെ, ഇനി അടുത്തത് 3ാമത്തതാണ് ഇലക്ട്രോലിറ്റിക് റിഫൈൻ ചെയ്യാൻ എടുക്കുന്ന ഓറുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ മെറ്റൽസിന്റെ പ്രത്യേകത ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഈ മെറ്റൽസ് ഒക്കെ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അത് ഞാൻ പറഞ്ഞു, അലുമിനിയം ഇലക്ട്രോലിറ്റിക് മെത്തേഡ് വഴിയാണ് നമ്മൾ റിഫൈൻ ചെയ്യുക. ഇവിടെ ഒരു ആനോഡും ഉണ്ടാവും, ഒരു കാഥോഡും ഉണ്ടാവും. എന്നിട്ട് ഈ ആനോഡിൽ നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽസിനെ കൊടുക്കും. എന്നിട്ട് കാഥോഡിലേക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റൽസ് ഇങ്ങനെ ഉണ്ടായി വരും. ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ കാഥോഡ് മാറ്റി ഇങ്ങനെ വെച്ചു കൊടുക്കും. ഓക്കെ, ആനോഡിൽ മെറ്റലിന്റെ അയോണും ഇലക്ട്രോണായിട്ട് മാറും. എന്നിട്ട് ആ മെറ്റലിന്റെ അയോണും ഇലക്ട്രോണും കൂടി ചേർന്ന് വീണ്ടും ആ പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ 3 പ്രോസസ്സുകളും ഒരു മെറ്റലായി തീരാനുള്ള ദുർഘടമായ 3 പ്രോസസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ മെറ്റൽസിന്റെ, അതായത് 1-2 മെറ്റൽസിന്റെ പ്രോസസ്സുകൾ എങ്ങനെ അത് നിർമ്മിക്കുന്നു എന്ന് നമ്മൾ പഠിക്കാം. അപ്പൊ നമ്മൾ പഠിക്കാൻ ഒന്ന് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ആണ്. നമുക്ക് ഈ ചുറ്റും കാണുന്ന അയണ് നമ്മൾ വെറുതെ ഭൂമിയിൽ അതേപോലെയല്ല, ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് രൂപത്തിലാണ് കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ അയൺ എങ്ങനെ അയണായി വരുന്നു എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. Iron comprises about 5% of earth crust.
അതായത് നമ്മളെ എർത്ത് ക്രസ്റ്റിൽ 5% അയൺ ആണ്. ഇത് സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ആണ്. അപ്പൊ ഫസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ഏതായിരുന്നു? അലുമിനിയം ആണ്. അലുമിനിയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത് നമ്മുടെ അയൺ ആണ്. അപ്പോൾ ഓർ ഓഫ് അയൺ ആൻഡ് ഇറ്റ്സ് കെമിക്കൽ ഫോർമുല. അയണിന്റെ ഓറ് ഒന്ന് Fe2O3 അല്ലേ, ഹെമറ്റേറ്റ് അല്ലേ. 2 Fe3O4 മാഗ്നറ്റൈറ്റ് അല്ലേ. അതിനുശേഷം മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കോൺസെൻട്രേഷൻ. ഒന്ന് വാഷിംഗ് ഇൻ ദ സ്ട്രീം, അതായത് നമ്മളെ ലെവിഗേഷൻ, പിന്നെ റോസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന പ്രോസസ്സാണ് നമുക്ക് പഠിക്കാം. പിന്നെ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഓർ. ആ ഓറുകളെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, അയണിൽ നമ്മൾ യൂസ് ചെയ്യുക കാർബൺ അല്ല, കാർബൺ മോണോക്സൈഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അയണിന്റെ ആ ഒരു പ്രോസസ്സിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. നമ്മൾ അയണിന്റെ പ്രോസസ്സ് നോക്കാം. ഈ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ ബ്ലാസ്റ്റ് ഫെർണസ് എന്ന് പറയും. നമ്മൾ അയൺ ലെവിഗേഷൻ വഴി, അതായത് ഹെമറ്റൈറ്റ് ലെവിഗേഷൻ വഴി ശുദ്ധീകരിച്ചെടുത്തിട്ട് പിന്നെ ഈ ബ്ലാസ്റ്റ് ഫെർണസ് എന്ന് പറഞ്ഞ ഒരു ആ സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടിട്ടാണ് നമുക്ക് അയൺ ആയിട്ട് കിട്ടുക. ഈ ബ്ലാസ്റ്റ് ഫെർണസ് ഈ കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര ഹ്യൂജ് സംഭവമാണ്. അതായത് ഒരു 20 മുതൽ 35 മീറ്റർ വരെ ഉയരം ഉണ്ടാവും ഈ കാണുന്ന സാധനത്തിന്. ഓക്കെ, പിന്നെ ഇത്ര ചൂടുണ്ടാവും, 1070 കെൽവിൻ വരെ അതിൻ്റെ ഉള്ളിൽ ചൂടുണ്ടാവും. പിന്നെ നമ്മൾ വെറും ഹെമറ്റൈറ്റ് മാത്രമല്ല ഇതിലേക്ക് ഇടാം. ഹെമറ്റൈറ്റിന്റെ കൂടെ എന്തിടും? കുറച്ച് ലൈം സ്റ്റോൺ ഇടും. പിന്നെ എന്തിടും? കുറച്ച് കോക്ക് ഇടും. ഓക്കെ, കോക്ക്. ഇപ്പോൾ ഹെമറ്റൈറ്റ് എന്തായിരുന്നു? Fe2O3 ആയിരുന്നു. ലൈം സ്റ്റോണ് നമ്മുടെ കാക്കോ3 ആയിരുന്നു. കോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബണിന്റെ ഒരു അലോട്രോപ്പാണ്, അപ്പോൾ കാർബൺ. ഇനി ഈ 3 കൂട്ടി യോജിപ്പിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജ്. അപ്പൊ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എന്താണ് ഇടുക? ചാർജ് ആണ് ഇടുക. നമ്മൾ ചാർജ് ഇങ്ങനെ ഇടും. ചാർജ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ താഴ്ത്തുനിന്ന് ഹോട്ട് എയർ ബ്ലാസ്റ്റ് ഉണ്ട്. അതായത് ഹോട്ട് എയർ ഇങ്ങനെ താഴ്ത്തുനിന്ന് മേലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് റിയാക്ഷൻസ് നടക്കാനുണ്ട്. ആ റിയാക്ഷൻസ് നമ്മൾ മെല്ലെ ഇങ്ങനെ പഠിച്ചെടുക്കാം. ഈ കോക്ക് ഉണ്ടല്ലോ, കോക്ക് എന്താണ്? കാർബൺ എന്ന് പറഞ്ഞു. ഈ കാർബണ് നമ്മുടെ ഈ എയറിന്റെ ഒപ്പമുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് CO2 ഉണ്ടാവും, പിന്നെ ഹീറ്റ് ഉണ്ടാവും. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആട്ടോ. ഇതൊരു എക്സോതെർമിക് ആണ്. ഇനിയുള്ള ഈ CO2 ഉണ്ടല്ലോ, ഈ CO2 അത് വീണ്ടും കോക്കുമായി കൂടിച്ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. എന്തുണ്ടാവും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഇപ്പൊ എന്ത് കിട്ടി? കാർബൺ മോണോക്സൈഡ് കിട്ടി. കാർബൺ മോണോക്സൈഡ് എന്തായിരുന്നു? നമ്മുടെ അയണിന്റെ റെഡ്യൂസിങ് ഏജന്റ് ആയിരുന്നു. അപ്പോൾ സാധനം കിട്ടി. ഇനി മെയിൻ ആയിട്ട് ഇതിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്, നമ്മളെ ഹെമറ്റൈറ്റ് ഉണ്ടല്ലോ, Fe2O3, അത് ഈ കാർബൺ മോണോക്സൈഡ് 3 കാർബൺ മോണോക്സൈഡ് എടുത്ത് എന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മളെ Fe കിട്ടും. എന്ത് കിട്ടി? നമുക്ക് അയൺ കിട്ടി, പ്ലസ് 3 CO2 കിട്ടി. 3 CO2 കിട്ടി. ഓക്കെ, CO2 കിട്ടി. ഓക്കെ, അയൺ കിട്ടിയില്ലേ? പരിപാടി കഴിഞ്ഞോ? ഇല്ല. നമ്മളൊരു കാര്യം മറന്നുല്ലേ? നമ്മൾ എന്തൊക്കെയാ കൂട്ടിയിരുന്നത്? ഒന്ന് ലൈം സ്റ്റോൺ കൂട്ടി, ഒന്ന് കോക്ക് കൂട്ടി, ഹെമറ്റൈറ്റ് കൂട്ടി. പക്ഷെ ലൈം സ്റ്റോൺ എവിടെ എടുത്ത്? വെറുതെ ഇട്ടതാ? അല്ല, നമ്മുടെ ലൈം സ്റ്റോണ് എടുത്തിട്ടുള്ളത് വേറൊരു പ്രോസസ്സിനാണ്. അതായത് നമ്മളെ ഈ Fe2O3 ഉണ്ടല്ലോ, അത് അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയല്ല കിടക്കുക ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒപ്പം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. മെയിൻ ആയിട്ട് ഇതിന്റെ വില്ലൻ, ഒരു ശത്രു എന്ന് പറയുന്നത് സാൻഡ് ആണ്, അല്ല സിലിക്കാണ്. സിലിക്ക എന്ന് പറയുന്നത് SiO2. ഇത് എപ്പോഴും ഇതിന്റെ ഒപ്പം ഒപ്പം ഇങ്ങനെ യോജിച്ച് കൂട്ടി പിടിച്ചിട്ടേ കാരണം SiO2 ഈ Fe2O3 ഹെമറ്റൈറ്റും സിലിക്കയും ഒപ്പം. അപ്പോ ഇതിനെ വേർതിരിക്കാനാണ് നമ്മൾ ലൈം സ്റ്റോൺ ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഇവിടെ വേറെ രസകരമായിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കാനുണ്ട്. ഇവിടെ നമ്മളെ SiO2 എന്താ? SiO2 എന്ന് പറയുന്നത് ഗ്യാങ് ആണ്, ഇമ്പ്യൂരിറ്റി അല്ലേ? ഗ്യാങ് ആണ്, ഇമ്പ്യൂരിറ്റി ആണ്. ഇതിന്റെ കൂടെ നമ്മൾ ലൈം സ്റ്റോൺ ആഡ് ചെയ്യും, CaCO3 ആഡ് ചെയ്യും, കാക്കോ3 ആഡ് ചെയ്യും. ഇതിന് പറയുന്ന പേര് നമ്മൾ ഫ്ലക്സ് എന്നാ പറയാം. സ്ലാഗ് അല്ല, ഫ്ലക്സ്.
അപ്പോൾ SiO2ന്റെ കൂടെ അതിന്റെ ഫ്ലെക്സ് ആയിട്ടുള്ള സ്ലാഗ്. അപ്പോൾ ഗ്യാങ്ങിന്റെ കൂടെ നമ്മൾ ഫ്ലെക്സ് ആഡ് ചെയ്യും. എന്നിട്ട് എന്താന്ന് പറയുക നമുക്ക് കിട്ടുക? സ്ലാഗ് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഗ്യാങ് അസിഡിക് ആണോ, നമ്മൾ എടുക്കുന്ന ഫ്ലക്സ് ബേസിക് ആവണം, എന്നാലേ നമുക്ക് ആ സ്ലാഗ് കിട്ടുള്ളൂ. ഇനി അഥവാ ഗ്യാങ് ബേസിക് ആണെങ്കിൽ നമ്മുടെ ഫ്ലക്സ് അസിഡിക് ആവും. അപ്പൊ ഇത്രയും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു റിയാക്ഷൻ കൂടി നമ്മുടെ SiO2ഉം കാക്കോത്രിയും കൂടിച്ചേരുന്ന ആ ഒരു പ്രോസസ്സ് കൂടി നമ്മൾ പഠിച്ചെടുക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം എന്തെടുക്കും? ആദ്യം SiO2 സോറി, അതിന്റെ മുന്നേ നമ്മൾ ഈ CaCO3 ഉണ്ടല്ലോ, അത് നമ്മൾ ചൂടാക്കിയിട്ട് ഒന്ന് CaO ആയിട്ട് മാറും. പിന്നെ ബാക്കി സ്വാഭാവികമായിട്ടും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. എന്നിട്ട് ഈ CaO ഉണ്ടല്ലോ, അതും SiO2 കൂടി ചേർന്നിട്ട് CaSiO2 ഈ സംഭവം ഉണ്ടാകും. ഇതിന് പറയുന്ന പേരാണ് സ്ലാഗ്. അങ്ങനെ നമ്മൾ കാൽഷ്യം ഓക്സൈഡും SiO2 കൂടി ചേർന്നിട്ട് CaSiO3 ഉണ്ടായി. ഈ CaSiO3 വിളിക്കുന്ന പേര് സ്ലാഗ് ആണ്. ഈ സ്ലാഗിന് ഒരു പ്രത്യേകത ഉണ്ട്. സ്ലാഗിന് ഡെൻസിറ്റി കുറവാണ്, ലെസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഡെൻസിറ്റി കുറവായത് കാരണം ഈ ബ്ലാസ്റ്റ് ഫർണസിൽ ഇതിങ്ങനെ മേൽഭാഗത്തായിട്ടേക്കാരം ഈ ഒരു സ്ലാഗ് കിടക്കാം. താഴെ നമ്മൾ നേരത്തെ വേർതിരിച്ചെടുത്ത് വെച്ച നമ്മുടെ Fe ഉണ്ടാവും. ഈ ഡെൻസിറ്റി കൂടിയ Fe നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് താഴെ മോൾട്ടൻ ആയിട്ട് ഒലിച്ച് താഴോട്ട് ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഈ മോൾട്ടൻ ആയിട്ടുള്ള സ്ലാഗ് ഇല്ലേ, ഈ സ്ലാഗ് മേലെ കൂടെ ഉള്ള ഈ ചാമ്പറിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒലിച്ചിറങ്ങി വരും. ആ സ്ലാഗ് എടുത്ത് നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് നമ്മുടെ ഈ Fe എടുത്ത് ഫർദർ പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ എടുക്കും. ഇനി നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഇത്രയും പ്രോസസ്സുകളിലൂടെ കടന്നു പോയി നമ്മൾ Fe കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ റിഫൈൻ ചെയ്തെടുത്തു. പക്ഷേ ഇതിൽ വീണ്ടും 4% കാർബൺ ഉണ്ടാവും. കാർബൺ മാത്രമല്ല, കുറച്ച് മാംഗനീസ് ഉണ്ടാവും, കുറച്ച് സിലിക്കൺ ഉണ്ടാവും, കുറച്ച് ഫോസ്ഫറസ് ഉണ്ടാവും, ലാസ്റ്റ് കുറച്ച് സൾഫർ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അയണിന് പറയുന്ന പേരാണ് പിഗ് അയൺ. ഫർദർ വീണ്ടും നമ്മൾ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ <2% വരെ കൊണ്ടുവന്നു. അങ്ങനെ <2% വരെ കാർബൺ ഉള്ള ഒരു മെറ്റലിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അയണിന് പറയുന്ന പേരാണ് കാസ്റ്റ് അയൺ. നമ്മുടെ റെയിൽവേ ട്രാക്കിലൊക്കെ നമ്മൾ കാസ്റ്റ് അയൺസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ നല്ലോണം പ്യൂരിഫൈ ചെയ്തു. 0.2% to 0.5% വരെ കാർബൺ ഉള്ള ആ ഒരു അളവിലേക്ക് നമ്മൾ ശുദ്ധീകരിച്ചു കൊണ്ടുവന്നു. പിന്നെയും കുറച്ച് ഫോസ്ഫറസ് ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ ശുദ്ധീകരിച്ചെടുത്താലും 99.99% നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. ബാക്കി 0.11 അവിടെ ഉണ്ടാവും. അപ്പോ അങ്ങനെ വളരെ പ്യൂരിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലുള്ള അയൺ പറയുന്ന പേരാണ് റോട്ട് അയൺ. എന്ത് വിളിക്കും? റോട്ട് അയൺ. അപ്പൊ അങ്ങനെ നമ്മൾ അയണിനെ അയണാക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി അടുത്തത് കുറച്ച് പഠിക്കാൻ നമ്മൾ സ്റ്റീലിനെ കുറിച്ചാണ്. സ്റ്റീൽ എന്താ? ഉരുക്ക്. നമ്മൾ വിചാരിച്ചിരുന്നു ഇരുമ്പിനെ ഉരുക്കി ഉണ്ടാക്കിയതാണ്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അല്ല. സ്റ്റീൽ എന്ന് പറഞ്ഞാല് അതില് 0.05 തൊട്ട് 1.5 വരെ കാർബൺ ഉണ്ടോ? അതിന് പറയുന്ന പേരാണ് നമ്മൾ സ്റ്റീല്. 3 ടൈപ്പ് സ്റ്റീൽ ഉണ്ട്. നമ്മളെ മൈൽഡ് സ്റ്റീൽ, അതിൽ 0.05 to 0.2% വരെയാണ്. നമ്മൾ വയർ ഉണ്ടാക്കാൻ, പിന്നെ അഗ്രികൾച്ചറൽ ടൂൾസിന്, അതിനൊക്കെയാണ് യൂസ് ചെയ്യുക. രണ്ടാമത് മൈൽഡ് സ്റ്റീൽ 0.2% to 0.6%. അവിടെയാണ് നമ്മൾ റെയിൽവേ ട്രാക്കും ഹാൻഡ് റെയിൽസും റാഫ്റ്റേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. അവസാനമായിട്ട് ഹൈ കാർബൺ സ്റ്റീൽ 0.6 to 1.5 വരെ കാർബണിന്റെ അളവുണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. കത്തി ഉണ്ടാക്കാനും ഡ്രിൽസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി സ്റ്റീലിന് കുറച്ച് അലോയ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈ മെറ്റൽസ് ഒക്കെ റിയാക്റ്റീവ് ആണ്. ഒപ്പം അതായത് മെറ്റൽസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രയാസമാണ്. അപ്പൊ അലോയ്സ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടി പുറത്തേക്കുള്ള, അതായത് പുറത്തുള്ള എലമെന്റ്സുമായിട്ടുള്ള റിയാക്ഷൻ കുറയും. അതിന് പ്യുവറായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് സ്റ്റീലിന്റെ 3 അലോയ് പഠിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ,
രണ്ട് മാംഗനീസ് സ്റ്റീല്, സിലിക്കൺ സ്റ്റീല്. ഈ മൂന്നെണ്ണത്തിലും അയൺ ഉണ്ടാവും, കാർബൺ ഉണ്ടാവും, അയൺ ഉണ്ടാവും, കാർബൺ ഉണ്ടാവും. ഓക്കെ, അയണും കാർബണും ഉണ്ടാവും. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ക്രോമിയോ നിക്കലും ഉണ്ട്. അത് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യും. ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ കേട്ടിട്ടില്ലേ, അത് ഹോം അപ്ലയൻസ് അല്ലേ. അപ്പൊ അതുപോലെ ഇനി അടുത്തതാണ് മാംഗനീസ് സ്റ്റീൽ. അതിൽ അയണും കാർബണും പുറമെ മാംഗനീസ് ഉണ്ട്. അതിന് ഹൈ ഹാർഡ്നെസ് ആണ്. യൂസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ബ്രിൽസ്, സേഫ്സ്, പ്ലേറ്റ്സ്, റെയിൽവേ ട്രാക്ക്. ഓക്കെ, ഇനി അടുത്തതാണ് സിലിക്കൺ സ്റ്റീൽ. അതിൽ അയണും കാർബണിന്റെ കൂടെ സിലിക്കൺ ആണ്. പഠിക്കാൻ സുഖമല്ലേ, അയണും കാർബണും ഉണ്ട് അതിന്റെ. ഇപ്പൊ സിലിക്കൺ ഉണ്ടെങ്കിൽ സിലിക്കൺ സ്റ്റീൽ, മാംഗനീസ് ഉണ്ടെങ്കിൽ മാംഗനീസ് സ്റ്റീൽ. ഇനി അതല്ല ക്രോമിയോ നിക്കൽ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി ആൾസോ നോൺ ആസ്, ഈ സിലിക്കൺ സ്റ്റീലിന് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് അറിയപ്പെടുന്നു. കാരണം ഇലക്ട്രിക്കൽ പർപ്പസിന്, ജനറേറ്റേഴ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇലക്ട്രിസിറ്റി ലോസ് ഈ സിലിക്കൺ സ്റ്റീൽ കുറവാണ്. ഇനി നമ്മൾ അടുത്ത മെറ്റൽ, അതാണ് സിങ്ക്. സിങ്കിന്റെ എക്സ്ട്രാക്ഷനിലേക്ക് നമ്മൾ കിടക്കണം. ഓക്കെ, സൾഫൈഡ് ഓർ ഓഫ് സിങ്ക് എന്താ നമുക്കറിയാം, സിങ്ക് ബ്ലെൻഡ് ആണ്, ZnS ആണ്. അടുത്ത കോൺസെൻട്രേഷൻ മെത്തേഡ് എന്താ സിങ്കിന്റെ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലേ. സൾഫൈഡ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴിയല്ലേ ചെയ്യാ, വരെയുണ്ടല്ലേ. ഇനി കാർബണേറ്റ് ഓർ ഓഫ് സിങ്ക്, സിങ്കിന്റെ കാർബണേറ്റ് ഓർ ഏതാ, ZnCO3 അല്ലേ. ZnCO3, അതായത് കലാമിൻ. ഓക്കെ, ഇതിനി ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാക്ഷനിൽ റോസ്റ്റിംഗ് വഴി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ പ്യൂരിഫിക്ക, അതായത് റിഫൈനിങ്ങിൽ ഡിസ്റ്റിലേഷനാ ചെയ്യാം. കാരണം മെൽറ്റിംഗ് പോയിന്റ് കുറവല്ലേ, ഡിസ്റ്റിലേഷൻ ചെയ്യും. പിന്നെ ഇതും നമ്മുടെ അയൺ പോലെ ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ്സിൽ ഹൈ ടെമ്പറേച്ചറിലൊക്കെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത്. കൂടുതലും നമ്മൾ പഠിക്കാനുള്ള ഇല്ല. അതിന്റെ ഒരു റിയാക്ഷൻ, അതായത് Zn ഓക്സൈഡ് കാർബണുമായിട്ട് കൂടിച്ചേർന്നിട്ട് സിങ്കും കാർബൺ മോണോക്സൈഡും ആയിട്ട് മാറും. ആ ഒരു റിയാക്ഷൻ നോക്കി വെക്കാം. നമ്മൾ ഇതിന്റെ എങ്ങനെയാണ്, ഡിസ്റ്റിലേഷൻ വഴിയാണ് ഇത് നിർമ്മിക്കുന്നത്, ഇതിന്റെ ഓറുകൾ ഏതൊക്കെയാണ്, ബാക്കി കോൺസെൻട്രേഷൻ മെത്തേഡ് ഏതാണ്, അതൊക്കെ പഠിക്കാനുള്ളൂ. കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഒരു അലോയ് ആണ്, സിങ്കിന്റെ ഒരു അലോയ് ആണ് ബ്രാസ്. ഈ ബ്രാസിൽ നമ്മൾ കോപ്പറും സിങ്കും അടങ്ങിയിട്ടാണ് ബ്രാസ് ഉണ്ടാക്കുക. ഇതിന്റെ ഒരു അലോയ് ആണ് കേട്ടോ. ഇനി അടുത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ആണ്. കോപ്പറിന് നമ്മൾ ഒന്ന് നോക്കാനാണ്. കോപ്പർ കുറച്ച് പ്രോസസ്സ് വഴിയാണ് കോപ്പറായി വരുന്നത്. കോപ്പറിന് നമ്മൾ 3 ഓറ് പഠിച്ചു. നോക്കാം, 2 നോക്കാം. ഒന്ന് കോപ്പർ പൈറൈറ്റ്സ് CuFeS2, പിന്നെ കോപ്പർ ഗ്ലാൻസ് Cu2S. ഇത് നമ്മൾ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും, രണ്ടും സൾഫൈഡ് അല്ലേ. സൾഫൈഡ് ആണെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതില് ബേസിക് ഇമ്പ്യൂരിറ്റി ആണ് ഉള്ളത്. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ബേസിക് ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. അപ്പൊ ഈ ബേസിക് ഇമ്പ്യൂരിറ്റീസിനെ കളയാൻ നമ്മൾ നേരത്തെ നമ്മൾ അയണിന്റെ കേസിൽ ഇമ്പ്യൂരിറ്റി ഏതായിരുന്നു, SiO2 സിലിക്ക ആയിരുന്നു. പക്ഷെ ഇവിടെ ഇമ്പ്യൂരിറ്റി വേറെ ഇമ്പ്യൂരിറ്റീസ് ആണ്, ബേസിക് ഇമ്പ്യൂരിറ്റികളാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന ഫ്ലക്സ് SiO2 ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഫ്ലക്സ് SiO2 ആണ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന Cu2S ഉണ്ടല്ലോ, കോപ്പർ ഗ്ലാൻസ് നമ്മൾ ചൂടാക്കും. കോപ്പർ ഗ്ലാൻസിനെ നമ്മൾ ചൂടാക്കും. Cu2S നമ്മൾ കുറച്ച് ചൂടാക്കും. അതായത് ഒരു പാർഷ്യൽ ഓക്സിഡേഷൻ നടത്തിയിട്ട് നമ്മൾ Cu2O ഉണ്ടാക്കും, കോപ്പർ ഓക്സൈഡ് ഉണ്ടാക്കും. അങ്ങനെ ഒരു 30% കോപ്പർ ഓക്സൈഡ് ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ വീണ്ടും കൺട്രോൾഡ് പാർഷ്യൽ ഓക്സിഡേഷൻ നടത്തുന്നിട്ട് ഓട്ടോ റിഡക്ഷൻ നടത്തും. എന്നിട്ട് ഈ Cu2O പ്ലസ് Cu2S എന്തായിട്ട് മാറും, Cu plus SO2 ആയിട്ട് മാറും.
ഓക്കെ, ഇതിനെ നമ്മൾ ഓട്ടോ റിഡക്ഷൻ നടത്തിയിട്ട് Cu2Oയും Cu2S മാറും. എന്നിട്ട് CuO നമുക്ക് കോപ്പർ കിട്ടി പ്ലസ് SO2, അതാണ് 2CuO പ്ലസ് Cu2S പ്ലസ് ഗീവ്സ് 6 കോപ്പർ പ്ലസ് SO2. ഇങ്ങനെ കിട്ടുന്ന കോപ്പറിന് നമ്മൾ കോപ്പർ എന്നല്ല വിളിക്കാം. ഇങ്ങനെ കിട്ടുന്ന കോപ്പറിനെ നമ്മൾ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കാം. ബ്ലിസ്റ്റർ കോപ്പർ. ഓക്കെ, ഈ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് അങ്ങനെ പേര് വരാൻ കാരണം നമ്മളിപ്പോ ഇങ്ങനെ കിട്ടുന്ന കോപ്പർ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. കാരണം അതിൻ്റെ ഒപ്പം ഈ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, ഈ സൾഫർ ഡൈ ഓക്സൈഡ് അതിന്റെ സർഫസിൽ ഇങ്ങനെ ഈ ഒരു കുമിളകൾ അല്ലെങ്കിൽ നമ്മളെ മേത്തുണ്ടാവുന്ന ബൾജിങ് ഇല്ലേ, അതുപോലെ ഒരു ബൾജ് ചെയ്ത് ഒരു വൃത്തിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ആ കോപ്പർ ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ ഈ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇംപ്യൂർ കോപ്പറാണ് നമുക്ക് ഈ റിഫൈനിങ് പ്രോസസ്സിലൂടെ കിട്ടുക. അപ്പൊ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോലിസിസ് ചെയ്യും. ഇലക്ട്രോലിസിസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇംപ്യൂർ കോപ്പർ എടുക്കും, എന്നിട്ട് അത് ആനോഡിൽ കൊടുക്കും, എന്നിട്ട് ഒരു പ്യൂർ കോപ്പർ കാഥോഡിൽ കൊടുക്കും, എന്നിട്ട് അതിന്റെ സ്യൂട്ടബിൾ സൊല്യൂഷൻ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ മിക്സ്ഡ് വിത്ത് H2SO4 നമ്മളിവിടെ താഴെ കൊടുക്കും. അപ്പൊ ആനോഡിൽ എന്താ കൊടുക്കുന്നത്? ഇംപ്യൂർ ആണ്. കാഥോഡില് പ്യുവർ ആണ്. ഇലക്ട്രോലൈറ്റ് എന്തായിരുന്നു? CuSO4 ആണ്, കോപ്പർ സൾഫേറ്റ് ആണ്. കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ് എന്തായിരുന്നു? കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് നമ്മളെ കോപ്പറിനെ നേരെ പോയിട്ട് കോപ്പർ 2++2 ഇലക്ട്രോൺ ആവും. ആനോഡില് ഈ കോപ്പർ 2+ ഉണ്ടല്ലോ, അതേ പ്ലസ് കോപ്പർ 2++2 ഇലക്ട്രോണ് നേരെ പോയിട്ട് വീണ്ടും കോപ്പർ ആയി വരും. അങ്ങനെ നമ്മളെ പ്യുവർ കോപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പൊ ഈ പ്രോസസ്സുകളിലൂടെയാണ് നമ്മൾ കോപ്പർ പ്യൂരിഫൈ ചെയ്തെടുക്കുക. ഇനി അടുത്തത് അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം ആണ്. ഈ അലുമിനിയത്തിനെ ശുദ്ധീകരിച്ചെടുക്കാൻ നമ്മൾ രണ്ട് പ്രോസസ്സ്. ഈ രണ്ട് പ്രോസസ്സ്, അതായത് മൊത്തത്തില് ഈ എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയത്തിന് പറയുന്ന പേര് ഹാൾ ഹെറോൾട്ട് പ്രോസസ് എന്നാണ്. ഇത് രണ്ട് സയന്റിസ്റ്റുകളുടെ പേരാണ്, രണ്ട് പേരുമാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൾ ഹെറോൾട്ട് പ്രോസസ്. രണ്ട് പ്രോസസ് ഉണ്ട്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ആണ്, പിന്നെ അതിനെ റിഡ്യൂസ് ചെയ്യണം. അപ്പൊ ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡിൽ നമ്മൾ നേരത്തെ പഠിച്ചു, അതായത് ലീച്ചിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ബോക്സൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പഠിച്ചു. അപ്പൊ അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മുടെ ബോക്സൈറ്റ് ആയിട്ടുള്ള Al2O3 2H2O പ്ലസ് NaOH സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് Na2NaAlO2 സോഡിയം അലുമിനിയം ഓക്സൈഡ് കിട്ടി. പിന്നെ അതിന്റെ ഒപ്പം വാട്ടറും കിട്ടി. പിന്നെ ലിറ്റിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആഡഡ് ടു ദ സൊല്യൂഷൻ. കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യും. ഈ കിട്ടിയത് ഇത് സോഡിയം അലുമിനേറ്റ് ആട്ടോ, സോഡിയം അലുമിനേറ്റ് ആണ്. എന്നിട്ട് നല്ലോണം സ്റ്റിർ ചെയ്യും. എന്നിട്ട് ഇറ്റ് ഈസ് ഡയല്യൂട്ടഡ് ബൈ ആഡിങ് വാട്ടർ. എന്നിട്ട് നല്ലോണം സ്റ്റിർ ചെയ്ത ആ സൊല്യൂഷന് ഡയല്യൂട്ട് ചെയ്ത് വാട്ടർ ആഡ് ചെയ്തിട്ട് അതിന്റെ അത് ഡയല്യൂട്ട് ചെയ്യും. പിന്നെ ആസ് എ റിസൾട്ട് നമുക്ക് പ്യുവർ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. NaAlO2 പ്ലസ് 2H2O നമുക്ക് AlOH ത്രൈസ് ആണ് കിട്ടുക. അതായത് പ്യുവർ ആയിട്ടുള്ള അലുമിനിയം ഹൈഡ്രോക്സൈഡും പ്ലസ് നമ്മൾ ആഡ് ചെയ്ത NaOH. അപ്പൊ നമ്മൾ ഒരു സൊല്യൂഷനിലേക്ക് NaOH പ്ലസ് നമ്മൾ ബോക്സൈറ്റ് ആഡ് ചെയ്തിരുന്നു. അത് രണ്ടും മിക്സ് ആയിട്ട് ഒപ്പം ഒരു സൊല്യൂഷനായി മാറി. വീണ്ടും അത് തമ്മിൽ വേറെ ആയിട്ട് നമുക്ക് പ്യുവർ അലുമിനിയം ഹൈഡ്രോക്സൈഡും നമ്മൾ ആഡ് ചെയ്തിരുന്ന NaOH അതിൽ നിന്ന് വേർതിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഇത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ദസ് ഒബ്റ്റൈൻഡ് ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി. ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലുമിന എന്ന് പറഞ്ഞ ഈ ഒരു കോമ്പൗണ്ട് കിട്ടുക. അതായത് Al2O3 2H2O ആണെങ്കിൽ അതിന് പറയുന്ന പേര് ബോക്സൈറ്റ് ആയിരുന്നു. ആ 2H2O കളഞ്ഞ് പോകുകയാണെങ്കിൽ വെറും Al2O3 മാത്രം ആകുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് അലുമിനിയാണ്. അപ്പൊ 2AlOH3 നമ്മൾ ഹീറ്റ് ചെയ്തിട്ട്
വെറും Al2O3യും 3H2 ആയി നമ്മൾ വേർതിരിച്ചെടുത്തു. അങ്ങനെ അലുമിന എന്ന് പറഞ്ഞ ഒരു സംഭവം കിട്ടി. ഓക്കെ, അലുമിന കിട്ടിയില്ലേ? ഇനി അലുമിന ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പൊ ഈ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് അലുമിനിയാണ് കിട്ടി. ഈ അലുമിനയിൽ നിന്ന് നമുക്ക് അലുമിനിയം ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ ഇലക്ട്രോലിസിസ് ചെയ്യുക. ഇലക്ട്രോലിസിസ് എടുക്കാൻ കാരണം എന്തായിരുന്നു? അലുമിനിയത്തിന് എന്താ റിയാക്ടിവിറ്റി കൂടുതലല്ലേ? റിയാക്ടിവിറ്റി കൂടുന്ന കോപ്പർ, അലുമിനിയം പോലുള്ള ഈ മെറ്റൽസ് ഒക്കെ നമ്മൾ ഇലക്ട്രോലിസിസ് വഴിയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ക്രയോലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടി ആഡ് ചെയ്യും. ക്രയോലൈറ്റ് പറഞ്ഞാൽ Na3Al(F6). ഇത് എന്തിന്റെ ഒപ്പം ആഡ് ചെയ്യുക? Al2O3ന്റെ ഒപ്പം ആഡ് ചെയ്യും. അലുമിനിയന്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് അത് ഈ കാണുന്ന ഒരു ഇങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോലിസിസ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഇതില് ആനോഡും കാഥോഡും നമ്മൾ കാർബൺ എടുക്കുക. പിന്നെ ഇതിലുള്ള ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നതാണ് ക്രയോലൈറ്റും അലുമിനിയം കൂടിയിട്ടുള്ള ഒരു മോൾട്ടൺ മിക്സ്ചർ. ഇവിടെ നമ്മൾ എക്സാമിന് ചോദിക്കാനുള്ള 2 പോയിന്റ്, എന്തിനു വേണ്ടി നമ്മൾ ഈ അലുമിനിയയിൽ ക്രയോലൈറ്റ് ആഡ് ചെയ്തു, അതിന്റെ ഉപകാരം എന്താ? അപ്പോൾ ഒരു ഉപകാരം എന്ന് പറഞ്ഞാല് ഈ അലുമിനിയയിൽ ക്രയോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഡിക്രീസസ്. അതുപോലെ അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു ഇവിടെ കുറച്ച് റിയാക്ഷൻസ് നമ്മൾ പഠിക്കാനുണ്ട്. ഈ റിയാക്ഷൻസ് പഠിക്കാൻ നമ്മൾ അലുമിനിയം ഉണ്ടല്ലോ, ഈ അലുമിന Al2O3 നമ്മൾ അലുമിനിയമായിട്ട് മാറണ്ടേ? അപ്പൊ അതിനുള്ള കുറച്ച് റിയാക്ഷൻസ് കാഥോഡിലും ആനോഡിലും നടക്കുന്ന 2 റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഈ Al2O3 വിഘടിച്ചിട്ട് 2Al3+ ആവും, പ്ലസ് 3O2- ആവും. Al2O3 വിഘടിച്ചിട്ട് 2Al3+ ആവും, അലുമിനിയവും ഓക്സിജനും ആയിട്ട് മാറും. അപ്പൊ ഇതിൽ കാഥോഡിലും ആനോഡിലും നടക്കുന്ന പ്രോസസ്സുകൾ, റിയാക്ഷനിൽ നമ്മൾ വേർതിരിച്ച് പഠിക്കാം. ഇതിന്റെ കാഥോഡ് ഏതായിരുന്നു? ഇതാണ് കാഥോഡ്. പുറത്തുകൂടെയുള്ള ഈ കാർബൺ ലൈനിങ് ആണ് കാഥോഡ്. ഈ കാണുന്നതാണ് ആനോഡ്. ഈ ആനോഡ് നമ്മൾ അലുമിനിയം ഉണ്ടാകുന്നതിനനുസരിച്ച് ആനോഡ് ഇടക്കിടക്ക് മാറ്റി കൊടുക്കാറുണ്ട്. അപ്പൊ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് Al3+ 3 ഇലക്ട്രോൺ ഗീവ്സ് 3 അലുമിനിയം. കിട്ടിയോ? ഇവിടെ നമുക്ക് അലുമിനിയം കിട്ടിയോ? ഇനി ആനോഡിൽ എന്ത് നടക്കും? ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജൻ നമ്മൾ വിഘടിച്ചില്ല ഇവിടെ മേലെ, അത് നേരെ O2+4 ഇലക്ട്രോൺ ആയിട്ട് ഓക്സിജനായിട്ട് മാറും. കിട്ടിയോ? നമുക്ക് എന്ത് കിട്ടി? അലുമിനിയം കിട്ടി. അങ്ങനെ നമ്മൾ അലുമിനിയത്തിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് നമുക്ക് കയ്യിൽ അലുമിനിയം കിട്ടി. ഇനി നമുക്ക് നോക്കാം അലുമിനിയത്തിന്റെ ആനോഡിൽ ഏത് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു Al3+ 3 ഇലക്ട്രോൺ ഗീവ്സ് 3 Al കിട്ടും. പിന്നെ കാഥോഡിൽ 2 ഓക്സിജൻ 2- ഗീവ്സ് O2+4 ഇലക്ട്രോൺ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അലുമിനിയത്തിന്റെ ഈ ഹാൾ ഹെറോൾട്ട് പ്രോസസ്സിൽ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേരെന്താ? എന്തായിരുന്നു നമ്മൾ എടുക്കുന്നത്? ഇലക്ട്രോലൈറ്റിന്റെ പേര് ഇലക്ട്രിസിറ്റി ആണോ? ഇലക്ട്രോലൈറ്റിന്റെ പേര് നമ്മൾ ക്രയോലൈറ്റും അലുമിനിയം കൂടി ചേർന്ന മിക്സ്ചർ ആയിരുന്നു. അപ്പൊ ഇവിടെ എടുക്കുന്നത് ക്രയോലൈറ്റ് ആണ്, പ്ലസ് അലുമിനിയം ആണ്. ഇവിടെ എടുക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഫോംഡ് അറ്റ് ആനോഡ് അലുമിനിയം, പ്രൊഡക്റ്റ് ഫോംഡ് അറ്റ് കാഥോഡ് എന്തായിരുന്നു? ഓക്സിജനും ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ചെറിയൊരു പോർഷൻ ആണ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. അതായത് മെറ്റൽസ് എങ്ങനെ തുരുമ്പെടുക്കുന്നു. നമ്മൾ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഗോൾഡ്, നമ്മൾ കൈമിട്ട് നടക്കുന്ന ഗോൾഡ് തുരുമ്പെടുക്കാറുണ്ടോ? കാരണം എന്താ? നോക്കാം. കാരണം നമുക്ക് നോക്കാം.
കാരണം റിയാക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ സോഡിയം ഒക്കെ വെറുതെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കഴിഞ്ഞാൽ ആ സോഡിയം അങ്ങനെ തന്നെ റിയാക്ട് ചെയ്ത് ഇല്ലാതായി പോകും. പക്ഷേ അയൺ ആണെങ്കിൽ റിയാക്ടിവിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ പതിയെ റിയാക്ട് ചെയ്ത് അത് കൊറോഷൻ സംഭവിച്ചു പോകും. ഏറ്റവും താഴെ റിയാക്ടിവിറ്റി കുറവല്ലേ നമ്മുടെ ഗോൾഡിന്. അപ്പോൾ ഗോൾഡിന് റിയാക്ടിവിറ്റി കുറവായത് കാരണം എന്താ, അത് കൊറോഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഗോൾഡിന് വളരെ കുറച്ച് സംഭവിക്കുള്ളൂ, ശരിക്കും സംഭവിക്കാറില്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ അലുമിനിയം എന്ന് പറയുന്നത് അയണിനെക്കാളും റിയാക്റ്റീവ് അല്ലേ. പക്ഷെ അലുമിനിയം ബക്കറ്റുകൾ, അലുമിനിയം പാത്രങ്ങളൊക്കെ അങ്ങനെ കൊറോഷൻ ചെയ്ത് പോകാറുണ്ടോ? കാരണം പറയാം. ദ ഓക്സൈഡ് കോട്ടിംഗ് ഓൺ മെറ്റൽ സച്ച് ആസ് അലുമിനിയം, സിങ്കും അലുമിനിയം പിന്നെ ടിന്നും അത് നോൺ പോറസ് ആണ്. കാരണം അതിന്റെ ഇടയിൽ വിടവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് അറ്റ്മോസ്ഫറിക് മോയിസ്ചറുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളിലേക്ക് കിടക്കില്ല. അപ്പൊ ഉള്ളിലുള്ള അലുമിനിയം സേഫ് അല്ലേ, അപ്പൊ ഫർദർ കൊറോഷൻ നടക്കില്ല. പക്ഷേ അയണിന്റെ കേസിലോ, ദ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ദാറ്റ് ഫോംസ് ഓൺ ദ സർഫസ് ഓഫ് അയൺ, അതായത് അയണിന്റെ പുറത്ത് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡുകൾ ഉണ്ടാവും. അത് പോറസ് ആണ്, അതിന്റെ ഉള്ളിൽ വിടവുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഉള്ളിൽ കൂടെ ഈ മോയിസ്ചറുകളും അറ്റ്മോസ്ഫറിക് എയറും കടന്നിട്ട് അങ്ങനെയാണ് അത് റസ്റ്റ്, അതായത് കൊറോഷൻ നടന്നിട്ട് തുരുമ്പ് പിടിച്ച് പെട്ടെന്ന് നശിച്ച് അയണിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ പെട്ടെന്ന് നശിച്ചു പോവാ. കാരണം ഇതാണ്. ഇനി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കൊറോഷൻ സംഭവിച്ചു പോകണമെങ്കിൽ മെയിൻ ആയിട്ട് 3 ഫാക്ടേഴ്സ് ഉള്ളത്. ഒന്ന്, ആ മെറ്റൽസിന്റെ ഒരു നാച്ചർ, അത് റിയാക്റ്റീവ് ആണോ അതോ ലെസ് റിയാക്റ്റീവ് ആണോ ഹൈ റിയാക്റ്റീവ് ആണോ. പിന്നെ മോയ്സ്ചർ ഇൻ വിച്ച് ഗ്യാസ് ഓർ സോൾട്ട് ആർ ഡിസോൾവ്ഡ്, അതായത് ആ ഒരു മെറ്റല് വെച്ചിരിക്കുന്ന അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചറോ ഗ്യാസോ സോൾട്ടോ അതിൻ്റെ ഒരു പ്രസൻസ്. പിന്നെ കോണ്ടാക്ട് വിത്ത് അതർ മെറ്റൽ. ഇവിടെ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. അതായത് ഒരു മെറ്റൽ വേറൊരു മെറ്റലിന്റെ ഒപ്പം കൂട്ടി യോജിപ്പിച്ച് അല്ലെങ്കിൽ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അതിന്റെ കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യത കുറയും. നോക്കാല്ലേ, ഇവിടെ ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. അതിൽ ഒന്നിലൊരു അയൺ റോഡ്, രണ്ടിലും അയൺ റോഡ്, ഒന്നിൽ നമ്മൾ റാപ്പിഡ് വിത്ത് കോപ്പർ വയറാണ്, ഒന്നിൽ റാപ്പിഡ് വിത്ത് മാഗ്നീഷ്യം വയറാണ്. എന്നിട്ട് അതൊരു NaCl സൊല്യൂഷനിൽ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ഒരു 5 ദിവസം ഇട്ട് വെച്ചു. എന്നിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ കോപ്പറിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു അയൺ റോഡ് ഉണ്ടല്ലോ, അത് നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ മാഗ്നീഷ്യത്തിലുള്ള ഈ ഒരു അയൺ റോഡ് നശിച്ചു പോയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഈ അയൺ റോഡിന് ചുറ്റും നമ്മളിങ്ങനെ ഈ കോപ്പർ ചുറ്റി വെച്ചു. ഈ കോപ്പറിനാണോ അയണിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? അയണിനല്ലേ. അപ്പൊ ആദ്യം ആരാ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ അല്ലേ റിയാക്ട് ചെയ്യുക. അപ്പൊ അയൺ ആദ്യം റിയാക്ട് ചെയ്ത് കൊറോഷൻ സംഭവിച്ചില്ലാതായി പോകും. പക്ഷേ അടുത്ത സൊല്യൂഷനിൽ മാഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പൊ മാഗ്നീഷ്യമാണ് ആദ്യം റിയാക്ഷൻ നടക്കുക. അങ്ങനെ റിയാക്ഷൻ നടന്ന് ആദ്യം മാഗ്നീഷ്യം നശിച്ചു പോയിട്ടേ ശരിക്ക് ഈ അയണ് നശിച്ചു പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ അയൺ സംരക്ഷിക്കപ്പെടുകയാണ്, കാരണം റിയാക്ടിവിറ്റി കൂടുതലുള്ള മാഗ്നീഷ്യം ഉണ്ടായത് കൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം എല്ലാ കണ്ടന്റുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മക്കളെ, ഇതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക, പഠിക്കുക, ഇതിലുള്ള ഓരോ കണ്ടന്റ് മനസ്സിലാക്കുക. ഓരോ പ്രോസസ്സ്, അയണിന്റെ പ്രോസസ്സ്, അലുമിനിയത്തിന്റെ പ്രോസസ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും എക്സ്ട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോവാം. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഫുൾ കണ്ടന്റ് സെറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടാനില്ല. അപ്പോൾ നമുക്ക് എക്സാമിന് അടിപൊളിയായിട്ട് ഈ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എഴുതാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.